നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ് ബാധിച്ച് ലോകത്താകെ മരിച്ചവരുടെ എണ്ണം 18,891 ഉയർന്നിരിക്കുകയാണ്. കോവിഡ് ബാധിതരുടെ ആകെ എണ്ണം 4 ലക്ഷം കടന്നു. ആകെ 4,22,566 പേർക്ക് കോവിഡ് ബാധിച്ചതായാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇറ്റലിയിലാണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത്. 6,820 പേർക്ക് ജീവൻ ഇതിനോടകം തന്നെ കോവിഡ് ബാധിച്ചത് മൂലം നഷ്ടമായിരിക്കുകയാണ്. ഇറ്റലിയിൽ 24 മണിക്കൂറിനിടെ 743 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലോകമെമ്പാടും ഭീതി പടർത്തുകയാണ് കൊറോണ വൈറസ്. COVID-19 എന്ന മഹാമാരി ഇറ്റലിയിൽ നിന്നും ദിനംപ്രതി കവർന്നെടുക്കുന്നത് നൂറുകണക്കിന് ജീവനുകളെയാണ്. പഠനത്തിനും ജോലിക്കുമായി അന്യനാടുകളിലേക്ക് പോയവരാണ് രോഗത്തിന്റെ പിടിയിലകപ്പെട്ട് ഇന്ത്യയിൽ, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തിരികെ എത്തിയത്. ഇതിനിടയിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് വൈറസ് ബാധിത പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ആളുകളെ എത്തിക്കുന്നവരുമുണ്ട്. അത്തരത്തിൽ വാർത്തകളിൽ ഇടം നേടുകയാണ് ക്യാപ്റ്റൻ സ്വാതി റാവൽ. ഇറ്റലിയിൽ നിന്നും 263 പേരെ ഇന്ത്യയിൽ എത്തിക്കാനായി പറന്ന എയർ ഇന്ത്യ 777 വിമാനം നിയന്ത്രിച്ചത് സ്വാതിയായിരുന്നു. ആ ധീരതയുടെ പെൺകരുത്ത്. വിമാനവുമായി ഇന്ത്യയിലെത്തിയ സ്വാതിയെ അഭിനന്ദിക്കുകയാണ് സോഷ്യൽ മീഡിയ. വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷമുള്ള സ്വാതിയുടെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ്. സ്വന്തം തൊഴിലിനോട് സ്വാതി കാണിച്ച അർപ്പണ മനോഭാവത്തെ പ്രശംസിക്കുന്നവരാണ് ഏറെയും തന്നെ. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ സ്വാതിക്ക് അഭിനന്ദനങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ ധീരത എന്നായിരുന്നു പലരുടെയും കമന്റുകൾ. 2010 മുംബൈയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് വനിതാ ക്രൂവുമായി പറന്ന എയർ ഇന്ത്യ വിമാനത്തിലും സ്വാതി ഉണ്ടായിരുന്നു. 15 വർഷമായി സ്വാതി പൈലറ്റായി ജോലി ചെയ്തു വരികയാണ്. യുദ്ധവിമാനത്തിലെ പൈലറ്റ് ആകാനായിരുന്നു ആഗ്രഹമെങ്കിലും അന്ന് എയർഫോഴ്സിൽ വനിതാ പൈലറ്റുമാർ ഉണ്ടായിരുന്നില്ല. 10 വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മ കൂടിയാണ് സ്വാതി. ഇറ്റലിയിൽ രോഗബാധിതരുടെ എണ്ണം റിപ്പോർട്ട് ചെയ്തതിലും 10 ഇരട്ടിയാകാൻ സാധ്യതയും കൽപ്പിക്കുന്നുണ്ട്. ആശുപത്രിയിൽ എത്തുന്നവർക്ക് മാത്രമാണ് പരിശോധന നടത്തിയിട്ടുമുള്ളത്. അതിനർത്ഥം ആയിരങ്ങൾ ആശുപത്രിയിൽ എത്തിയിട്ടില്ലെന്നാണ്. 6.4 ലക്ഷം പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ടാവും. കണക്ക് ശേഖരിക്കുന്ന സിവിൽ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ മേധാവി ആഞ്ചലോ ബെറല്ലോ പറയുന്നത് ഇപ്രകാരമാണ്: ഇങ്ങനെ നൊമ്പരം പടർത്തുന്ന ഇറ്റലിയിലും ധീരതയോടെ പറന്നിറങ്ങാൻ സ്വാതിക്കായി എന്നത് ഇന്ത്യയുടെ ഒരു ആത്മവിശ്വാസം തന്നെയാണ്. ഇതും കടന്നു പോകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.